ഞമ്മിണിയേ വായോ വാ വാ എനിക്ക് വന്ന് കയറിക്കോ 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 അതിനകത്ത് കയറി ആണ്ടെ അവിടെ ആർട്ടിഫിഷ്യൽ കാലിത്തീറ്റകളൊന്നും കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ അതിന്റെ ചാണകത്തിന്റെ ഒക്കെ ഗുണം നഷ്ടപ്പെട്ടു പോകും. അതെ അതെ അതുകൊണ്ട് സെറ്റിട്ടേക്കുന്ന ആ കാണുന്ന കേട്ടോ അവിടെ ഇതുണ്ടോ ആ പള്ളി. വീടിനോട് ചേർന്ന് കുറച്ചധികം നാടൻ പശുക്കളുള്ള ഒരു ഗോശാലയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ വെച്ചൂരുണ്ട്, കാസർഗോഡ് കുള്ളനുണ്ട്, പൂങ്ങനൂർ പശുക്കൾ വരെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ നിൽക്കുന്ന ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് റിട്ടയർഡ് അധ്യാപകരായ രാജു സാറിന്റെയും അജിത ടീച്ചറിന്റെയും ഗോശാലയിലാണ്. ഈ ഗോശാലയിൽ പൂങ്ങാനൂരുണ്ട്, വെച്ചൂരുണ്ട്, ഇവർക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഇവരുടെ പ്രത്യേകതകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പൊ ഇതാട്ടെ സാറ്, സാർ പേര് പറയാമോ? രാജു രാജു ഗോപാൽ. ഓക്കെ ഓക്കെ, ടീച്ചർ ആയിരുന്നല്ലേ സാറായിരുന്നു. ഓക്കെ, ടീച്ചറിന്റെ പേര് അജിതുമാരി. ഏതാണ് രണ്ടുപേരും സബ്ജക്ട്? ഫിസിക്കൽ സയൻസ്. ഇവിടെ അടുത്തായിരുന്നോ? റിട്ടയർഡ് ആയല്ലേ? 14 റിട്ടയറായി. റിട്ടയർ ആകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ റബ്ബർ ആയിരുന്നു നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്നത്. അന്ന് ഇവിടുത്തെ എല്ലാം പ്രധാന കൃഷി അതായിരുന്നു. റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ റബ്ബർ എല്ലാം വെട്ടി മാറ്റി. റിട്ടയർ ആയിരുന്നത് തൊട്ട് മുമ്പ് തന്നെ അതിനുള്ള ഒരു സ്പെയ്ഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ റബ്ബർ വെട്ടി മാറ്റി. അപ്പോഴാണ് ഈ റംബുട്ടാൻ ഇതിനെക്കുറിച്ച് ഒരാശയം. അങ്ങനെയാണ് ഈ സ്ഥലത്ത് നമ്മൾ റംബുട്ടാൻ വെച്ച് റംബുട്ടാന്. അപ്പോൾ അന്ന് ഈ റംബുട്ടാൻ നമ്മൾ ഈ ഹോം ഗ്രൗണ്ടിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ പറഞ്ഞു ഇതിനെ ഏറെക്കുറെ പൂർണ്ണമായിട്ട് നമുക്ക് ജൈവ രീതിയിൽ വളർത്താം എന്ന് ഒന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചാണകം വളമായിട്ട്, അപ്പോൾ ചാണകമാണല്ലോ പ്രധാനപ്പെട്ട വളം. ചാണകം ഞങ്ങൾ ഈ തമിഴ്നാട്ടിൽ നിന്ന്, അന്ന് നമുക്ക് പശുക്കളൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ രണ്ടുപേരും ഇത് വീടടച്ചിട്ട് പോകുന്നതുകൊണ്ട് ഒരു പൂച്ച പോലും വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചാണകം തമിഴ്നാട്ടിൽ നിന്ന് പലരും കൂടി ലോറിക്ക് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ പറമ്പിൽ കൂട്ടിയിട്ടപ്പം ഇവിടുത്തെ കൃഷി ഓഫീസർ മാർട്ടിൻ സാറ് പറഞ്ഞു അത് വെറുതെ വേസ്റ്റാണ്, അത് മുഴുവൻ ഇങ്ങനെ വെയിലത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ ബാക്ടീരിയ മുഴുവൻ ഡെഡായതാണ്. അത് തന്നെയല്ല അതിൻ്റെ കൂടെ ഒത്തിരി കളകളും നമ്മുടെ ഇവിടെ ഇല്ലാത്ത കളകളും വരും. അതുകൊണ്ട് അത് ഉപയോഗിക്കാണ്ടിരിക്കുക നല്ലത്. ഒരു പശുവിനെ വാങ്ങാൻ സാറിങ്ങനെ നിർബന്ധിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ. അപ്പം ഒരു നാടൻ പശുവിനെ വാങ്ങാന്ന് വിചാരിച്ചു. സാധാരണ നാടൻ പശു ഭയങ്കര അഗ്രസീവും ഒക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് അതിനെ ഒന്ന് മാനേജ് ചെയ്തെടുത്ത്? അത് ഞങ്ങളുടെ ഒരു നമ്മുടെ ഭാഗ്യമാണെന്ന് വേണേ പറയാം. അതിന്റെ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വാങ്ങിച്ച ഇപ്പൊ എല്ലാവരും അങ്ങനെ പറയാറുണ്ട്, ഈ നാടൻ പശു തൊഴിക്കാൻ തുടങ്ങിയ പിന്നെ അതിനെ കറക്കാനേ പറ്റിയല്ല, അത്രയ്ക്ക് ഭയങ്കര അഗ്രസീവ് സ്വഭാവമാണ്. നമ്മൾ മേടിച്ചത് ഈ ഒരു നാടൻ പശു വന്ന് വെച്ചൂരെ അന്വേഷിച്ചപ്പം വെച്ചൂര് ഇല്ലാതിരുന്നത് കാരണം 1,00,000 രൂപയ്ക്ക് ആൾക്കാർ വില പറയുന്നത്. അങ്ങനെ ആയിരുന്നപ്പോൾ ഒരു കാസർഗോഡ് കുള്ളനെ 45,000 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു. അത് വളരെ ജെന്റിൽ സ്വഭാവമുള്ളതായിരുന്നു. അതിൻ്റെ ഒരു പാരമ്പര്യം, ആ അമ്മ പശുവിൻ്റെ ഒരു പാരമ്പര്യം അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇതൊന്നും നമ്മളെ തൊഴിക്കാറില്ല, കുത്താറില്ല. പിള്ളേരോട് ഭയങ്കര ഇണക്കമാണ്. ഇനി വേറുള്ളവരെ കുത്താൻ ചെല്ലുമെങ്കിലും നമ്മളോട് ഭയങ്കര, ഇവർക്കറിയാൻ കൊമ്പായതോ നമ്മുടെ മേത്തോ തൊഴിക്കുക പോലും ഇല്ല ഒരിക്കലും. അങ്ങനെ വന്ന കാരണം ഇതിനെ കൊടുക്കാൻ തോന്നാതെ വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ എണ്ണം പെരുകി ഇപ്പോൾ ഒരു 10-12 എണ്ണം ആയത്. അപ്പൊ ആ സമയത്ത് ആ നാടൻ പശുവിനെ കൊണ്ടുവന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് മാഡം ഷെയർ ചെയ്യാമോ? നാടൻ പശുവിനെ ഒരു കാസർഗോഡ് കൊള്ളിനെയായിരുന്നു ഞങ്ങൾ ആദ്യം വാങ്ങിച്ചത്. കാസർഗോഡ് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇവർ നമ്മളോട് ഇണങ്ങുമോ. അവർ തന്നെ പറഞ്ഞു ഇത് തൊഴിക്കുന്ന പശു ആകട്ടോ, നിങ്ങൾ ഇത്തിരി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കറക്കാനൊക്കെ നോക്കി. പിറ്റേ ദിവസം കറന്നുകൊണ്ടിരിക്കുന്ന പശുവിനെ തന്നെ ഞങ്ങൾ കൊണ്ടുവന്നത്. ഇവിടെ വന്ന് അവിടെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അന്നേരം ഓടി തൊഴുത്തിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ കറക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ പയ്യെ കാലൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ട്. പയ്യെ പിന്നെ ഒരാളൊരു ബ്രഷ് എടുത്ത് പയ്യെ തലയിൽ ചൊറിഞ്ഞു കൊടുക്കും. ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്കറിയത്തില്ല എന്ത്, ഏതായാലും ബൈ ചാൻസ് ആയിട്ട് അങ്ങനെ ചെയ്തു. പശുവിന് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ കറന്നു. സാറ് അതൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നു. പിന്നെ നമ്മളോട് പയ്യെ ഇണങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. പശുവിൻ്റെ ചാണകത്തിൽ 100 ഗ്രാം ചാണകത്തിനകത്ത് 300 മുതൽ 500 കോടി പ്രയോജനകാരികളായ ബാക്ടീരിയ ഉണ്ട്.
നേരെ മറിച്ച് ഈ മറ്റേ ഈ ഹൈബ്രിഡ് പശുക്കളുടെ ആണെങ്കിൽ വെറും 70 ലക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുമാത്രം വലിയ വ്യത്യാസമാണ്. ചാണകമാണെങ്കിൽ ഈ ഭസ്മം ഉണ്ടാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ പശുവിന് അതെ അതെ അതെ. പണ്ട് നമ്മൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ വീട് ഇങ്ങനെയുള്ള വീടുകളല്ലായിരുന്നല്ലോ, ഈ തറ ചാണകം മെഴുകുന്ന അത് ഈ പശുക്കളുടെയൊക്കെ ചാണകം ഈ തറ മെഴുകിയ ഒരു മുറിയെങ്കിലും ഉണ്ടാകുമായിരുന്നു. സാധാരണ പശുക്കളെ വളർത്തുന്നത് നമുക്ക് നല്ല ആദായം ഉണ്ടെങ്കിൽ പോലും അതുപോലെ ചിലവും ഉണ്ട് അതിന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് തീർച്ചയായിട്ടും ഈ ഫീഡ് പ്രത്യേകമായിട്ട് കൊടുക്കണം, ആർട്ടിഫിഷ്യൽ ഫീഡ്. അത് കൊടുത്താലും അതിന് പാല് ശരിക്കും കിട്ടുള്ളൂ. പിന്നെ നല്ല അളവിൽ ഈ പുല്ലാണേലും വേണം. ഇതിപ്പോൾ ഈ പൊങ്കനൂരിനെ 3 ഇരട്ടി പുല്ല് വേണം, 3 ഇരട്ടി പോരെങ്കിലും ഉള്ളൂ. അതുപോലെ പുല്ല് വേണം. പിന്നെ ഇതിന് അങ്ങനത്തെ ഫീഡ് കൊടുത്താൽ ഇതിന് ചാണകത്തിൻ്റെയും പാലിൻ്റെയും ഗുണം പോകും, നഷ്ടപ്പെട്ടു പോകും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്നാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഇത് നമ്മൾ നന്നായിട്ട് പാല് കുടിപ്പിക്കുന്ന നിൽക്കുന്ന വെച്ചൂര്, അത് 2 വയസ്സിന് മുമ്പ് ഈ നിൽക്കുന്നത് വെച്ചൂര, അത് 2 വയസ്സിന് മുമ്പ് പ്രസവിച്ചെന്ന് പറഞ്ഞാൽ അതൊരു 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ മതിലക്ഷം കാണിച്ചു. അന്നേരം ഞങ്ങൾ 3 പ്രാവശ്യം ആയപ്പോഴത്തേക്കും മൃഗാശുപത്രി എന്ന് പറഞ്ഞ് നിങ്ങൾ കുത്തിവെപ്പിച്ചോ, കുഴപ്പമില്ല, വലിപ്പമൊക്കെ ഉണ്ട്, വളർന്നോളും. അങ്ങനെ അത് അപ്പോൾ 2 വയസ്സായപ്പോഴത്തേക്ക് പ്രസവിച്ചപ്പോഴത്തേക്കും പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. അതിൻ്റെ കാരണം വെച്ചാൽ പ്രായം അത്ര കുറവായിരുന്നല്ലോ നീ. അപ്പോൾ ഞങ്ങൾ മൃഗാശുപത്രി ചെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അതിന് ശകലം ഫീഡ് ഈ ഇത് മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്നാൽ ഇച്ചിരി കാര്യമായിട്ട് കൊടുത്തേക്കാന്നും കൊണ്ട് 1 ചാക്ക് ഫീഡ് മേടിച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പം പ്രസവിച്ച ഉടനെ തന്നെ അതിൻ്റെ ക്ലാവിന് എപ്പോഴും ഇങ്ങനെ ഈ ലൂസ് മോഷനാണ്. അപ്പം ഞങ്ങൾ മൃഗാശുപത്രി ചെന്ന് മരുന്ന് മേടിച്ച് അത് കൊടുത്ത് കഴിയുമ്പോൾ 2-3 ദിവസത്തേക്ക് കുഴപ്പമില്ല. പിന്നെ ഇത് തന്നെ. അപ്പോൾ ഈ അറക്കുളത്തെ ഒരു വെറ്റിനറി ഡോക്ടർ ഞങ്ങളുടെ സ്റ്റുഡൻറ്റും കൂടെ, അപ്പോൾ ഈ ഡോക്ടർ ഈ പശുക്കളെ കാണാനായിട്ടൊരു ദിവസം ഇവിടെ വന്നപ്പോൾ ഈ പശുവിൻ്റെ ചാണകം കണ്ടാൽ ചോദിച്ചു ഇതിന് ഫീഡ് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അത് ഒരു കാരണവശാൽ ഇങ്ങനെയുള്ള പശുക്കൾക്ക് കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ ഇതിനെ വളർത്തുന്നത് ഉദ്ദേശിക്കുന്ന ഗുണം അതിൻ്റെ പാലിനും ചാണകത്തിനും കിട്ടിയല്ല. അതിൻ്റെ ചാണകം കണ്ട ഡോക്ടർ പറഞ്ഞു, വേറെ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നൊന്നും പറഞ്ഞില്ല, അതിന് മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നിർത്തണം എന്ന് പറഞ്ഞു. അത് നിർത്തിയതോടുകൂടി ആ പശുവിൻ്റെ ആ ക്ലാവിൻ്റെ ലൂസ് മോഷൻ പോയി. നമ്മൾ ഇതിന് ശരിക്കും ഇച്ചിരി ശരീരമൊക്കെ നന്നാകാൻ വേണ്ടി നമ്മൾ ഈ പരുത്തിക്കുരുപ്പിണ്ണാക്ക് വളരെ കുറഞ്ഞ അളവിലോ കൊടുക്കുന്നുള്ളൂ. അതും ഗോതമ്പ് തവിടും കൂടെ വൈകുന്നേരം കുറച്ച് ഉപ്പിട്ട് അത് കുഴച്ച് കൊടുക്കും. ഇതിന് വെള്ളം ഇതിന് വളരെ കുറച്ച് മതി. മറ്റ് പശുക്കൾ കൊടുക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ കലക്കി കൊടുക്കേണ്ട കാര്യമില്ല. അതിങ്ങനെ കട്ടയായിട്ട് തന്നെ കൊടുക്കും. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വേണമെങ്കിൽ ഈ വേനൽക്കാലത്താണെങ്കിൽ ഒരു ബക്കറ്റിൽ പച്ചവെള്ളം കൊടുക്കും. കൂടുതലുണ്ട്. ഈ ഉണക്കിനെ പ്രത്യേകിച്ചും ഈ പൊങ്കനൂര് ഉണക്കിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പോൾ അവിടെ നമ്മൾ അഴിച്ചു വിടുമ്പോൾ അത് ആ വെയിലത്ത് പോയി കിടക്കും. ഇതെല്ലാം അങ്ങനെ വെയിലിനോട് ഇതിന് ഒരു പ്രത്യേക അഫിനിറ്റി ഉണ്ട്. ഫീഡ് വളരെ കുറച്ച് മതി. വെച്ചൂരിന് കൊടുക്കുന്നത് അത്രയും കൂടെ ഇതിന് കൊടുക്കാറില്ല. അത് ചെറുതാണല്ലോ പശുക്കൾ, വയറും ചെറുതാണല്ലോ. ഇത് അവർ പറയുന്നത് ഈ ആന്ധ്രാപ്രദേശിലുള്ള ഇതിനെ ഇങ്ങനെ ബിസിനസ് രീതി വളർത്തുന്നവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 5 കിലോ പുല്ല് മതി എന്നാണ് പറയുന്നത്. നമ്മളതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ചെറുതായത് ചാള ചെറുതാണല്ലോ, ആള് ചെറുതായിരിക്കുമ്പോൾ അതനുസരിച്ച് തീറ്റ തന്നെ. അങ്ങനെ ചെറുതാണെങ്കിലും ഈ വെച്ചൂരിനൊക്കെ പോലെയുള്ള അത്രയും പാലുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. പാലിൻ്റെ അളവ് ഇതിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെ ഗുണം സാധാരണ പശുവിൻ്റെ വെച്ചൂരിനൊക്കെ ആണെങ്കിലും അല്ലാത്ത പശുക്കൾക്കൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ 3.5% അതിൻ്റെ ഫാറ്റ്, കൊഴുപ്പിൻ്റെ അളവേ. ഇതിന് ഈ പൊങ്കനൂരിന് 8%ഓളം കൊഴുപ്പ്. എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിലും ആ കൊഴുപ്പ് എളുപ്പം ദഹിക്കുന്ന കൊഴുപ്പാണ്. സാധാരണ കൊഴുപ്പ് കൂടിയ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ പ്രശ്നമാകുമല്ലോ. ഇത് പക്ഷേ അങ്ങനെയില്ല, ഇത് എളുപ്പം ദഹിക്കുന്ന കൊഴുപ്പാണ്. കളറിൽ വലിയ വ്യത്യാസം ഈ നാടൻ പശുക്കളുടെ പാല് എല്ലാം ഏറെക്കുറെ സെയിമാണ്. ഈ മറ്റു പശുവായിട്ട് കളറിൽ ശകലം വ്യത്യാസമുണ്ട്. ഈ അല്ലാത്ത ഹൈബ്രിഡ് പശുക്കൾ, ഈ പ്രത്യേകിച്ചും നമ്മുടെ HF ഒക്കെ ആണെങ്കിൽ അതിനിങ്ങനെ വെള്ളം പോലെയുള്ള പാലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ആരോഗ്യം ടെൻഷനായിട്ട് 12 വർഷമായില്ലേ. അവരാണ് അതിന്റെ രണ്ടുപേരും
മക്കൾക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണോ? എന്താ ശരിക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇത് കൊറേ സോഫ്റ്റാ, ഒന്നും ചെയ്യില്ല. നമ്മൾ എന്തെങ്കിലും ഇതിന്റെ മുകളിലൊക്കെ ഇരിക്കാൻ ഒന്നും ചെയ്യില്ല. ഓക്കെ ഓക്കെ, അത് കയറാ ഊട്ടി. എന്നാ കൊച്ചകത്തൊന്ന് കയറിയെന്ന് പറഞ്ഞു. ഇത് ഇവിടെ എന്തെങ്കിലും തൊട്ടാ ഒന്നും ചെയ്യില്ല. ഇപ്പൊ വെക്കേഷൻ സമയമായിട്ട് നിങ്ങളുടെ കൂടെയാണ് എപ്പോഴും? അതെയോ? ഇതിന്റെ പുറത്താ കൊച്ചു കയറുന്ന? അവിടെ ഒരു കുഞ്ഞാമ്മിയുണ്ട്. ഈ കുട്ടിയുടെ കുട്ടിയുടെ മടിയിലാണ് കിടന്നുറങ്ങണേ. അത് ഏത് ഇവിടെ? അപ്പൊ നെയ്യല്ലാതെ ബൈ പ്രൊഡക്ട്സ് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ചാണകം നമുക്ക് ബിസിനസ് ആയിട്ട്, അതെന്ന് പറഞ്ഞാൽ ചാണകം, ഇപ്പോൾ ഈ ചാണകം ഉണങ്ങി പൊടിക്കുന്ന മെഷീനുണ്ട്. അങ്ങനെ മെഷീൻ ആണെങ്കിൽ ചാണകം, പ്രത്യേകിച്ച് നമുക്ക് ഈ നാടൻ പശുക്കൾ മാത്രം ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് വിശ്വാസ്യതയോടുകൂടി ഇത് മേടിക്കാൻ പറ്റും. അങ്ങനെ ചാണകം കൊടുക്കുന്ന ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നാടൻ പശുക്കളുള്ളവരുണ്ട്. നമുക്ക് കൃഷി ഒരു 5-6 ഏക്കറിൽ റംബൂട്ടാനുള്ളത് കാരണം നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതിനാണെന്ന് ചോദിച്ചാൽ ഇത് ബയോഗ്യാസ് ഉണ്ടാക്കുക. ബയോഗ്യാസ് കൊണ്ട് ഞങ്ങൾ പെൻഷനായി പിന്നെ ഞങ്ങൾ LPG വാങ്ങിയിട്ടേ ഇല്ല. മുഴുവൻ കാര്യങ്ങളും ഗ്യാസ് മിച്ചമുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ സ്ലറി കൂടുതൽ നല്ല വളമാണ്, നല്ലൊരു ഫെർട്ടിലൈസറാണ്. അത് ഞങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന ആ വീപ്പയ്ക്കകത്ത് ആക്കിയിട്ട് ആ ജീപ്പേ കയറ്റിയിട്ടല്ല, ജീപ്പയിലേക്ക് ആദ്യം വീപ്പ വെക്കും. എന്നിട്ട് അത് ഈ സ്ലറി താഴെ റോഡിൻ്റെ സൈഡിൽ നിർത്തിയാൽ ഈ ടാങ്കിൽ നിന്ന് സൈഫൺ വഴി അങ്ങോട്ട് എടുക്കാൻ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് ഇതിനകത്തേക്ക് നിറയ്ക്കും. എന്നിട്ട് പറമ്പിൽ കൊണ്ടുപോയിട്ട് അതിലേക്ക് ഓസ് കണക്ട് ചെയ്താൽ റംബൂട്ടാൻ്റെ ചുവട്ടിലേക്ക് ഒരിടത്തോടെയും കോരിക്കൊണ്ട് ബക്കറ്റിൽ കൊണ്ടുപോകുമൊന്നും വേണ്ട. അങ്ങനെ പറമ്പിലും അങ്ങനെ തന്നെ, ചായ ഉള്ള പറമ്പാ. അപ്പൊ പറമ്പിൽ കൂടെ താഴെ വരെ റോഡ് വെട്ടിയിട്ടുണ്ട്. അപ്പൊ ജീപ്പ് ഒരു ഭാഗത്ത് നിർത്തുക, ഓസ് കൊണ്ട് ചെടിയുടെ ചോട്ടിലെത്തിക്കും. നല്ല വളമാണ്. ജീപ്പ് പക്ഷേ ഇടുക്കി ജില്ലയുടെ ഒരു വാഹനമാണല്ലോ ജീപ്പ്. ഞങ്ങൾ ആ പർപ്പസിന് വേണ്ടി തന്നെ വാങ്ങിച്ചേക്കുന്ന ജീപ്പ് 4 വീലർ ജീപ്പാണ്. അപ്പോൾ അത് പറമ്പിക്കടെ ഉള്ളിക്കൂടെ ഒക്കെ ഇതിലെ വേണേലും ഓടിക്കാം. അപ്പോൾ 24 മണിക്കൂർ ഇതിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതാണ് ഇതിൻ്റെ ഈ പശുക്കളുടെ ഏറ്റവും വലിയൊരു ഗുണം. ഈ മറ്റു പശുക്കളാണെങ്കിൽ, അതായത് ഹൈബ്രിഡ് പശുക്കളാണെങ്കിൽ അതിനെ കറക്കുന്ന സമയത്ത് നമ്മൾ കറന്നില്ലെങ്കിൽ അതിന് അകിടിന് പ്രശ്നം ഉണ്ടാകും, പാല് കിട്ടി നിന്നിട്ട് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടാകും. ഇതിന് പക്ഷേ അങ്ങനെ ഒരു കുഴപ്പമില്ല. ഈ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ആ കൂട്ടിലേക്ക് കിടാവിനെ കഴിച്ചു വിട്ടിരുന്നാൽ അവർ പാല് കുടിച്ചോളും. അത്രയും പാലല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഒരു ദിവസം വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും പിന്നെ ബായിയോട് പറഞ്ഞാൽ മതി, അഴിച്ചുവിട്ടം കുടിപ്പിച്ചേക്കാൻ പറഞ്ഞാൽ മതി. അപ്പം നമ്മളൊരു റിസ്ക്കും ഇല്ല. അതെ, തിരഞ്ഞെടുക്കാൻ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്കൊന്ന് ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ കറക്കുന്ന വല്ലാത്ത ഹൈബ്രിഡ് പശുവാണെങ്കിൽ നമ്മൾ കറക്കാതെ ഒരു കാരണവശാലും ഇരിക്കത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം ഇതാണോ, ഈ മാങ്ങപ്പഴം? മാമ്പഴം. ഇവളുടെ പേരെന്താണേ? ഇത് ടോളി. അയ്യോ, ഒരു കളയുണ്ടല്ലോ. ഇനി ഇവരെ നോക്കിക്കേ. ഇത് 4 മാസം പ്രായമായത്. ഓക്കെ. ഇത് 7 മാസം പ്രായമായത്. ഓക്കെ. രണ്ടിന്റെ വലിപ്പം തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. 7 മാസം പ്രായമായത് ഒന്നുകൂടെ ചെറുതാണ്. ഓക്കെ, ഇത്തിരി പൊക്കമുണ്ട്. ഈ പിള്ളേരോട് നല്ല ഇണക്കമായിരുന്നു അല്ലേ? പിള്ളേര് വിളിച്ചപ്പോ തന്നെ ഓടി വന്നല്ലോ. എല്ലാത്തിനും പേരിട്ടിട്ടുണ്ടോ? എല്ലാവർക്കും പേരുണ്ട്. ഓക്കെ. അതിന്റെ പേര് പറയാവോ? ഇത് കുഞ്ഞമ്മണി, ഇത് മണിയൻ, ഇത് ടോളി, ഇത് കാത്തുമ്പി, ഇത് ശംഭു. ഇനി നമ്മൾ രാജസ്ഥാനിലെ റംബുട്ടാൻ തോട്ടം കാണാൻ വേണ്ടി പോകണത് ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ പോണത്. ഇടുക്കി ജില്ലയിൽ ഈ വണ്ടി ഒന്ന് പ്രധാനമാണ്, ഓഫ് റോഡിന് പറ്റിയ ഒരു വണ്ടി കേട്ടോ. ഇടുക്കി ഡാമിലേക്ക് ഇവിടുന്ന് 50 കിലോമീറ്റർ ഉണ്ട്. ഇടുക്കി ഡാം എന്ന് പറയുന്ന 3 ഡാമാണ്. ഒന്ന് ഇടുക്കി പ്രധാന ആർച്ച് ഡാം, പിന്നെ ചെറുതോണി, കുളമാവിലേക്ക് ഇവിടുന്നൊരു 20 കിലോമീറ്റർ വേണം. അത്രേ ഉള്ളൂ. ഇത് ഡാമിന് കുറുകെയുള്ള ഒരു പാലമാണ്. ഒരു വണ്ടി മാത്രം. സിഗ്നൽ ഓപ്പണായി. അതെ. അതുകൊണ്ടാ സെറ്റ് ഇട്ടേക്കുന്ന ആ കാണുന്ന കേട്ടോ. അവിടെ കണ്ടോ ആ പള്ളി? അത് പള്ളിയൊന്നുമല്ല, അതാ സെറ്റാ. അത് അവിടെ വേണമെന്ന് പോവാം. സിനിമ സെറ്റാ. ഇവിടെ ഒത്തിരി സിനിമ നടക്കുന്ന ഒരു സ്ഥലമാണ്. അത് തന്നെയല്ല, ഈ സർക്കാരിന്റെ സ്ഥലമാണ്. അപ്പൊ അതിന് വലിയ വാടകയില്ലാണ്ട് ഇവർക്ക് സെറ്റ് ഇടാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഓക്കെ, അവിടെ ഇരുന്നോ കേട്ടോ. കൃഷിത്തോട്ടം.
അടിപൊളി കാഴ്ച അല്ലേ? അടിപൊളി സൂപ്പർ. അതാ ഞാനിവിടെ വരാന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് രാജ് സാറിന്റെയും അജിത ടീച്ചറിന്റെയും റിസോർട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ടായിരുന്നു. കുടയത്തൂർ മൗണ്ടൻ നല്ല വ്യൂ ആണ്. അവിടെ പാലം അല്ല, അത് മുകളിൽ കയറിയാൽ നല്ല വ്യൂ. മുകളിൽ കയറാൻ പാ. അതെ അല്ലേ? ഓക്കെ. ഇത് എല്ലാവർക്കും അങ്ങനെ അനുവദിക്കോ? അങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പം ഈ ഒരു 40 ദിവസത്തേക്ക് വേണമെങ്കിൽ വേറുള്ള ഇപ്പം അടുത്ത ഒരാൾ, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഈ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത സമയമായി ഒരു മാസത്തോളം ഈ മടക്കക്കുഴി. അന്നേരം ആളില്ല, ഗസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ മിക്കവാറും അവരുടെ ആൾക്കാർ കാണും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ സമയങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. വരാം. ഇങ്ങോട്ട് കാഴ്ച നോക്കി. ആ അതെ, ഡാമിൻ്റെ വെള്ളം ഇങ്ങനെ ശരിക്കും അപ്പുറം കാണുന്നതാണ് തൊടുപുഴ, മൂവാറ്റുപുഴ, അല്ല മൂലമറ്റം, അതാണ് ശരിക്കും പുഴ. അതിപ്പം ഡാം കെട്ടി നിർത്തി ഇപ്പം ഈ വെള്ളം ഇങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് ഇങ്ങനെ ഗ്യാപ്പിലേക്ക് അങ്ങനെ വന്നേക്കുന്ന. ഇവിടെ ഒഴുക്കൊന്നും ഒട്ടുമില്ല. ഭയങ്കര ആഴമുണ്ട് കേട്ടോ. ഉണ്ട്, മീനുണ്ട്. മീൻ ആർക്ക് വേണമെങ്കിലും പിടിക്കാം. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള തോട്ടയിടാണ്ടിരുന്നാൽ മതി. ബാക്കി ചൂണ്ടയിട്ടോ വലയിട്ടോ ഒക്കെ ആൾക്കാർ പിടിക്കും. സൂപ്പർ വ്യൂ. ഈവനിങ്ങിലൊക്കെ നമുക്ക് അടിച്ചു നല്ലൊരു കാറ്റാണ്. ഇപ്പൊ ഞാൻ ഉച്ച സമയമാണ്, പക്ഷെ അത്രയും വെയിലത്തൊന്നും വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ആശ്വാസമാണ്. അത് ഈ വെള്ളം ഇങ്ങനെ അത്രയും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ. മഴക്കാലത്ത് ഈ മലക്കടയൊക്കെ ഇങ്ങനെ പല സ്ഥലത്തൂടെ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ നിന്ന് കാണാം. അങ്ങേ സൈഡിലും മലയൊക്കെ. അതെ ഇലവീഴ പൂഞ്ചിറ, അതിൻ്റെ ടോപ്പ്. അതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ്. അത് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. റംബൂട്ടാന്റെ കൃഷിയല്ലേ? റംബൂട്ടാൻ കൃഷിയാണ്. ഓക്കെ. ഈ കൃഷിക്ക് വേണ്ടിയാണ് അവിടെ പശുവിനെ വളർത്തുന്നതും അതിൽ നിന്ന് ചാണകം. ഈ ഡാമിന്റെ മറുവശത്തും നമുക്ക് തോട്ടമുണ്ട്. അതെയാ? ഓക്കെ. നമുക്ക് ഭാവിയിൽ ഈ നമ്മൾ ആ സ്ഥലം ഇതുപോലെ വെള്ളത്തിനോട് എടുത്താ ഈ വെള്ളത്തിൽ കൂടെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഒരു 500 മീറ്റർ ഉള്ളൂ. നമ്മൾ ഈ വന്ന 4 കിലോമീറ്റർ അടുത്ത് ദൂരമില്ല. ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വരാൻ വേണേ. ബോട്ടിങ് സർവീസ് അല്ലേ? ഓക്കെ. പക്ഷേ അതിന് പെർമിഷൻ ഇത് സർക്കാരിന്റെ അനുമതി വേണം. അങ്ങനെ നമുക്ക് വേണേ എടുത്താൽ തുടങ്ങി വരാമെന്നേ ഉള്ളൂ, അല്ലാതെ ഇത് കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ എത്ര പ്ലാന്റ് ഉണ്ട്? ഇതൊരു 3-3.5 ഏക്കറോളം സ്ഥലമാണുള്ളത്. 120 മരങ്ങളാണ്. 120 മരങ്ങളുണ്ട്. ഇതിപ്പോൾ കായായിട്ടുണ്ട്. ഇത് അധികം താമസിക്കാണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ കൊടുത്തേക്കുക, അടങ്ങൽ കൊടുക്കുക മൊത്തം. അപ്പോൾ അവരാണ് വന്ന് വല ഇപ്പോൾ അപ്പുറം നമുക്ക് തിരിച്ചതിലെ അപ്പുറപ്പിക്കിടപ്പോൾ അപ്പോൾ അവിടെ വലയിടുകയൊക്കെ ചെയ്യും. നമ്മൾ അവിടുത്തെ വ്യൂ കണ്ടു. ഇനി വേറെ വ്യൂ കാണിക്കാൻ പോണേ. സൂപ്പർ. അത് ഈ വിദേശികൾ വരുമ്പോൾ അവർക്ക് നെറ്റൊക്കെ അതെ. നമ്മൾ അല്ലാണ്ട് കൊടുക്കുവാണെങ്കിൽ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഹോട്ടലിൽ അവരുടെ മെനു കൊടുക്കും. അപ്പോൾ അവർ അവിടുന്ന് വണ്ടിയെ കൊടുത്തു വിടും. അപ്പോൾ അവർക്കൂടെ ചൂടാക്കുകയെല്ലാം ചെയ്യണമെങ്കിൽ ഉള്ള സൗകര്യം. അവിടുത്തെ വ്യൂ നോക്കി. മൊത്തത്തിലൊരു പ്രകൃതി രമണീയമായ സ്ഥലം. ഇത് കിച്ചണും ഡൈനിങ്ങും ഉണ്ട്. ഇത് അപ്പുറം ഒരു ബെഡ്റൂമുണ്ട്. AC ഉള്ള 3 ബെഡ്റൂമുണ്ട്. ചെറിയ രീതിയിൽ വേണമെങ്കിൽ കുക്ക് ചെയ്യാം. സാധനവും എല്ലാം ഉണ്ട്. ഫുഡ് മിക്കപ്പുറത്ത് അതിന് വെച്ചാൽ അന്ന് ഒരു ദിവസം റിലാക്സ് ചെയ്യാണല്ലോ വരുന്നത്. അന്നേരം പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ പോയ അതെ പിന്നെ വല്ലതും ചൂടാക്കുവോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ. നമ്മൾ ഈ വന്നതുപോലെ തന്നെ ഈ ഡാമിന് കുറുകെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറം കോളപ്പുറം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പാലവും കൂടെ ഉണ്ട്. ആ പാലത്തിൻ്റെ അടുത്ത് നമുക്കൊരു സ്ഥലവും കൂടെ ഉണ്ട്. ഇതുണ്ട്. ഇതപ്പം നമ്മുടെ സ്ഥലം. അതെ. ഇത് കംപ്ലീറ്റ് വലയിടുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ മുഴുവൻ ഇങ്ങനെ ഈ റംബൂട്ടാനെ കേട്ടോ വല. ഇപ്പം നമ്മുടെ 2-3 അങ്ങനെ വലയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന രാജ് സാറിന്റെയും അജിത ടീച്ചറിന്റെയും ഗോശാലയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നുണ്ട്. അതുവരെ നമസ്കാരം.